പെൺകുട്ടികൾക്ക് വസ്ത്രങ്ങൾ അവർ ഒരുപ്പിക്കില്ല, പക്ഷെ അതേ സ്ഥാനത്ത് ജെൻസിൻ്റെ ഷഡ്ഡി അവരെ കൊണ്ട് ഓപ്പണായിട്ട് ഇടിപ്പിക്കും. അവരിട്ട ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ ഇട്ടിപ്പിച്ചിട്ട് അത് മീറ്റിംഗ് കഴിയുന്നവരെ അവരവിടെ നിൽപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ ചവിട്ടുന്ന ചെരുപ്പില്ല, അത് കൊണ്ട് ഒരു മാല ഉണ്ടാക്കിയിട്ട് അവരെ കഴുത്തിൽ ഇടിപ്പിക്കും. ഒരു കമ്പനി സാർ അത്രയും കാര്യങ്ങളോടെ പറഞ്ഞു. സാറിന് വേണ്ടത് വാല്യോ അതിപ്പോ കൊടുക്കാത്തവിടെ വാല്യോ കൊടുക്കാത്തവിടെ സാർ പറഞ്ഞത് നിങ്ങൾ തീരെ ചെയ്യുന്നില്ല. സീരിയസ് രാത്രി 10:30 കുട്ടികൾ ഉറങ്ങുന്ന ഫോട്ടോ അടക്കം ലൈറ്റ് ഓഫ് ചെയ്ത് ഫോട്ടോ അടക്കം വരെ എടുത്ത് ഗ്രൂപ്പിലിടണം. സംഗതി നടക്കാൻ തുടങ്ങിയിട്ട് 28 വർഷമായി. നമ്മൾ പോയിട്ട് 5 പേര് കൂടിയിട്ട് ടോട്ടൽ 20,000 രൂപയ്ക്ക് സെയിൽ ചെയ്യണം. ഞങ്ങളുടെ ടീം ടോട്ടൽ 14,000 15,000 പിടിച്ചുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ടീം തോറ്റ്. അതുകൊണ്ട് അവിടുന്ന് തന്ന പണിഷ്മെൻ്റാണ് എൻ്റെ മീശയും താടിയും പഠിപ്പിച്ചു, ലിഫ്റ്റ് കിട്ടി. ഹുബൈലും സുജീഷ് എന്ന് പറയുന്ന വ്യക്തി എന്നെ കൊണ്ട് നിർബന്ധമായിട്ട് റിസൈൻ ലെറ്റർ എഴുതിപ്പിച്ചു. ഇതിന് സംഭവം യു ആൻഡ് ഐ വിഷ് ടു ഡിസ്കണ്ടിന്യൂ ദ ഡ്യൂട്ടീസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ഇന്ന് രാജിവെച്ചിരിക്കുന്നതാണ്. സേവന കറി പൗഡർ ഞാൻ വിറ്റിട്ടുണ്ട്, സേവനയുടെ മല്ലിപ്പൊടി, പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി ഞാൻ വിറ്റിട്ടുണ്ട്, ചിക്കൻ മസാല ഞാൻ വിറ്റിട്ടുണ്ട്. 25,000 ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 15,000 മാത്രം കിട്ടുന്നവരാണോ കൂടുതലും, അതോ അതിൽ കുറവാണോ? 15,000 രൂപ പേര് തരുന്നില്ല, 17,000 രൂപ പേര് അവർ. അങ്ങനെയാണ് നമ്മളെ പൈസ ഇവർ അവിടെ ഹോൾഡ് ചെയ്തിട്ടാണ് ഓരോ ട്രെയിനീസിനും നിൽപ്പിക്കുന്നത്. അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് പോയ ഒരു ട്രെയിനീസിനും അവരവിടെ നിന്ന് സാലറി കൊടുക്കൂല. അതാണ് ഒരു പൈസ സഹായമായിട്ടാണ് അവിടെ ജോലി. എല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കുകയാണ്. നാളെ ലൈഫിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റും. ഈ GPL ജോയ് സാറിൻ്റെ തൊട്ട് 15 കോടിയുടെ വീടുണ്ടാക്കാൻ പറ്റും, 22 കോടി രൂപയുടെ വീടുണ്ടാക്കാൻ പറ്റും, 1.5 കോടിയുടെ കാറ് വാങ്ങാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കത്, അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് പ്രതീക്ഷ നിങ്ങൾക്ക് തന്നെ നിങ്ങളും അവിടെ നിൽക്കും. ബിൽഡിംഗ് ആവാൻ വെച്ച് 1.5 കോടിൻ്റെ വീട് വെച്ച് 26 വയസ്സുള്ളവർ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടുന്ന് ഇത്രക്കാരും പൈസ വധഭീഷണിയാണ് എനിക്ക് അവൻ മുഴക്കിയത്. കഴിച്ചിട്ട് നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരളത്തെ നടുക്കിയ ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു. ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ടാർഗറ്റ് തികയ്ക്കാതിരുന്ന ജീവനക്കാരെ നായയെ കെട്ടുന്ന തുടലുപയോഗിച്ച് കഴുത്തിൽ കെട്ടുകയും നായയെപ്പോലെ നടത്തിക്കുകയും പാത്രത്തിലിട്ടിരിക്കുന്ന പണമൊക്കെ നക്കിയെടുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലൊരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായി. അതിന് തൊട്ടു പിന്നാലെ ഈ കമ്പനി അധികൃതർ പറഞ്ഞു അത് വ്യാജമായൊരു വീഡിയോ ആണ്, ഇവിടുന്ന് പുറത്തുപോയ ഒരു മാനേജർ, മനാഫ് എന്ന് പറയുന്ന മാനേജർ ചെയ്ത ഒരു വ്യാജ വീഡിയോ ആണ് അത് എന്നാണ് പറഞ്ഞത്. തൊഴിൽ വകുപ്പും ഇതേ വിശദീകരണം തന്നെയാണ് നൽകിയത്. ഈ മനാഫിനെതിരെ ഇപ്പോൾ ഈ കമ്പനി ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന ഈ കമ്പനി, മാർക്കറ്റിംഗ് കമ്പനി പരാതി നൽകിയിരിക്കുകയാണ്. മനാഫ് ഇപ്പോൾ മറുനാടൊപ്പം ചേരുകയാണ്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കാം. മനാഫ് എന്താണ് അവർ പറയുന്നത്? മനാഫ് ഇത് മനഃപൂർവ്വം കമ്പനിയെ കരിവാരി തേക്കാൻ വേണ്ടി ഇട്ട വ്യാജ വീഡിയോ ആണെന്നാണ്. എന്താണ് എൻ്റെ വാസ്തവം? ഇതൊരിക്കലും വ്യാജ വീഡിയോ അല്ല. ഞാൻ ഏകദേശം ആ കമ്പനി 2 വർഷം വർക്ക് ചെയ്ത ഒരാളാണ്. ഈ 2 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണത്. ഞാൻ മാനേജർ സ്ഥാനം വരെ എത്തിയിട്ടാണ് അവിടെ നിന്ന് ഒഴിയുന്നത്. അപ്പോൾ എന്നെയൊക്കെ 6 മാസം എന്നുള്ളൊരു ട്രെയിനിങ്ങിനാണ് അവിടെ വിളിച്ചു വരുത്തിയത്. 6 മാസത്തിനത് ഞാൻ 1.5 കൊല്ലം ഞാൻ അവിടെ ട്രെയിനിങ് ചെയ്തു. ഈ 1.5 കൊല്ലം ഞാൻ അനുഭവിച്ച സംഗതിയാണത്. ഇപ്പോൾ ഞാൻ മാനേജറായ സമയത്ത് ഞാനത് വീഡിയോ എടുത്ത് വെച്ചെന്നേ. ഈ 1.5 കൊല്ലം ഞാൻ അനുഭവിച്ചതാണ്. എന്നെ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് എൻ്റെ കൈകളിലുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്ന ഇവരെ കമ്പനീനെ ഞാൻ ഇതാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അന്നത്തെ ഒരു ദിവസം അവർ പ്രത്യേകം വേണ്ട അന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രം എടുത്തു വെച്ചതാണ്. അങ്ങനെയാണ് ഇതിന് മുമ്പുള്ള വീഡിയോസ് എൻ്റെ കൈകളിലുണ്ട്. പിന്നെ അവർ ഇപ്പോൾ ആരോപണം ഉന്നയിച്ച ഈ ഹാഷിമും ജെറിനും അവർ പറയുന്ന ഞാൻ മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതാണ്. എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യിപ്പിച്ചതെന്ന് മാധ്യമം ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ചെയ്യിപ്പിച്ചതെന്ന് അവർ ചോദിച്ചു. കാരണം അവർ പറയില്ല ടാർഗറ്റ് തികയ്ക്കാത്തതുകൊണ്ടാണെന്ന് അവർ പറയില്ല. കാരണം അത് പറഞ്ഞാൽ ഹുബൈൽ കുടുങ്ങും. ടാർഗറ്റ് തികക്കാത്തതുകൊണ്ട് ഹുബൈൽ പറഞ്ഞ് ചെയ്യിപ്പിച്ച സംഗതിയാണത്.
ഹുബൈൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉടമയോ? ഇതിൻ്റെ ഈ കെൽട്രോ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലൊരു ഓണറാണ് ഈ ഹുബൈൽ എന്ന് പറയുന്ന ആൾ. ഈ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുബൈലിൻ്റെ MD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൻ്റെ സബ് ബ്രാഞ്ചാണ് നമ്മൾ ഈ കെൽട്രോ ഗ്രൂപ്പ്. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഈ പറയുന്ന ആരോപണത്തിൽ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് വേറെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. എന്നെ ഇതേപോലെ ശിഖണ്ഡീനെ പോലെ എന്നെ വേഷം കെടുത്തിയതും എൻ്റെ മേത്ത് ഇമ്പാക്റ്റ് ചെയ്യുന്ന വീഡിയോസ് എൻ്റെ കൈകളിൽ ഫുള്ളുണ്ട്. മൊത്തം വീഡിയോസ് എൻ്റെ കൈകളിലുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ താങ്കളെ വേഷം കെട്ടിയത്? ഞാനന്ന് ടാർഗറ്റ് നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ 2 ടീമായിട്ടൊക്കെയാണ് ആൾക്കാരുണ്ടാവുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ടീം ടോട്ടൽ ഇപ്പോൾ 20,000 കളക്ഷൻ പിടിക്കണം എന്ന് പറയും. ഒരു ദിവസം പോയിട്ട് 5 പേര് കൂടിയിട്ട് ടോട്ടൽ 20,000 രൂപയ്ക്ക് സെയിൽ ചെയ്യണം. എന്ത് സെയിൽ നടത്തണം? പാത്രങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ചായപ്പൊടി, സ്കൈ വാഷ്, പീറ്റർ കുക്കി, ഈ ഒരു മൊത്ത സാധനങ്ങളാണ് തരാൻ. ഇത് വിറ്റിട്ട് ടോട്ടൽ 20,000 രൂപ സെയിൽ ചെയ്യണം എന്ന് പറയും. അന്ന് ഞങ്ങളുടെ ടീം ടോട്ടൽ 14,000 15,000 പിടിച്ചുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ടീം തോറ്റ്. അതുകൊണ്ട് അവിടുന്ന് തന്ന പണിഷ്മെൻ്റാണ് എൻ്റെ മീശയും താടിയും പഠിപ്പിച്ചു, ലിഫ്റ്റിക്ക് ഇടിപ്പിച്ച ഫോട്ടോസ് എൻ്റെ കൈകളിലുണ്ട്. അന്ന് ഞാൻ വെറും ട്രെയിനായി. ഇപ്പോൾ ഈ ഹാഷിമ് നിൽക്കുന്ന സ്ഥാനത്താണ് ഞാൻ അന്ന് നിന്നത്. അന്ന് എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഈ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ടായി. അന്ന് അവിടെ നിർത്തിപ്പോയ മാനേജേഴ്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ പുറലോകം കാണണം. അന്നത്തെ മാനേജർ മനാഫിനെ ഇങ്ങനെ ചെയ്തു? ചെയ്തിട്ടുണ്ട്. അന്ന് ഹുബൈൽ എന്നെ ചെയ്തിട്ടുണ്ട്. ഹുബൈൽ പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളവരെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു സിസ്റ്റമാണ്. ഈ വീഡിയോ എങ്ങനെ എടുക്കുന്നതിൻ്റെ ഞാൻ പറഞ്ഞുതരാം. മാനേജറായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത്. കാരണം അതുവരെ നമ്മൾ കമ്പനീനെ പറ്റിയിട്ടൊന്നും അറിയാം. നമ്മൾ ട്രെയിനിങ് മാത്രമാണ്, ട്രെയിനിയാണ്. ഇപ്പോൾ ഈ ജെറിനും ഹാഷിമും പോലെ അവരൊരു പാവങ്ങളാണ്. അവരെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതാണെന്നുള്ള 100% നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കൈകളിലുണ്ട്. ഇപ്പോൾ ഈ 6 മാസത്തിനുള്ള ട്രെയിനിങ് എന്നെ 1.5 കൊല്ലം ട്രെയിൻ ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. 1.5 കൊല്ലം ട്രെയിൻ ചെയ്ത് മാനേജർ പോസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ അവിടെയുള്ള ഹുബൈലും സുജീഷ് എന്ന് പറയുന്ന വ്യക്തി എന്നെ കൊണ്ട് നിർബന്ധമായിട്ട് റിസൈൻ ലെറ്റർ എഴുതിപ്പിച്ച്. ഇവിടെ ജോയിൻ ഡേറ്റ് 3/24 അന്നല്ലല്ലോ നമ്മൾ ജോയിൻ ചെയ്തേ. ട്രെയിനിങ്ങിൽ ഒരു തുള്ളി പോലും കള്ളത്തരം കാണിക്കാണ്ട് ആ ബ്രാഞ്ചിൽ ഒരു രീതിയിൽ പോലും ഒരു പ്രശ്നങ്ങളില്ലാക്കാണ്ട് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തൊരു വ്യക്തിയാണ്. അതവിടെ പോയി അന്വേഷിച്ചാൽ മനസ്സിലായി. ഇപ്പോൾ അവർ മാറ്റി പറയും. കാരണം ഹുബൈൽ പറയുന്ന പോലെ തന്നെയാണ് അവിടുത്തെ നിയമം. ഇനിയിപ്പോൾ അത് മാറ്റി പറയും, പലതും വരുമായിരിക്കും. അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യം. ഞാൻ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും. 2 മാസം കഴിഞ്ഞതിന് ശേഷം എന്നെക്കൊണ്ട് അവർ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം എന്നെക്കൊണ്ട് ഒരു റിസൈൻ ലെറ്റർ എഴുതിപ്പിച്ച്. അന്നേ എനിക്ക് ഡൗട്ട് തോന്നിയതാണ്, ഇതെന്തിനാണ് എന്നെക്കൊണ്ട് ഇവർ ഈ റിസൈൻ ലെറ്റർ എഴുതിപ്പിച്ചത്. ഇത് എനിക്കൊരു സംശയമായി തോന്നിയ സ്ഥിതിക്ക് ഞാൻ അവർ കാണാണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആ റിസൈൻ ലെറ്ററിൽ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന ഡേറ്റ് മുതൽ ഈ കമ്പനിയിൽ നിന്ന് രാജിവെച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ കമ്പനിയിൽ വെറും 6 മാസം മാത്രമേ ട്രെയിനിങ് ചെയ്തിട്ടുള്ളൂ. ട്രെയിനിങ് എന്നല്ല, ഞാൻ അവിടെ ഒരു സെയിൽസ് പേഴ്സൺ എന്നുള്ള രീതിയിലാണ് ഐ എഗ്രിമെൻറ്റിൽ ഉള്ളത്. 6 മാസം ഒരു ഏജൻ്റായിട്ട് ഞാൻ അവിടെ സാധനങ്ങൾ വിറ്റയച്ചു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റിലാണ് എന്നെക്കൊണ്ട് അവർ ഒപ്പിടിപ്പിച്ചത്. അപ്പോൾ അതിനുശേഷം ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് മാനേജറായിട്ട് ഇവർ എന്തിന് ഈ സാധനങ്ങൾ എഴുതിപ്പിച്ചു എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് തോന്നി. പിന്നെ ഇത് മാനേജറായി കഴിഞ്ഞാൽ വേറൊരു സംഗതി ഉണ്ട്. നമ്മൾ 7 മണി മുതൽ 7 മണിക്ക് എണീച്ചവിടെ നമ്മൾ പഞ്ച്വലായിട്ട് ഈ ടൈയൊക്കെ ഇട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ ഗ്രൂപ്പിലിടണം. 7:15 സർക്കിൾ എന്നൊരു പരിപാടീൻ്റെ വീഡിയോ നമ്മൾ ഗ്രൂപ്പിലിടണം. 7:35 നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു ഫോട്ടോ മാനേജറായി ഞങ്ങൾ എടുത്ത് ഹുബൈലുള്ള ഒരു വീഡിയോ ഗ്രൂപ്പിലിടണം. അത് കഴിഞ്ഞ് 8 മണിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഫോട്ടോ ഇടണം. അത് കഴിഞ്ഞ് 8:30-ക്കുള്ളിൽ ഇമ്പാക്റ്റും ഇതുപോലെ പണിഷ്മെൻറ്റും ചെയ്യുന്ന വീഡിയോസ് എടുത്തിട്ട് ഹുബൈലുള്ള ഗ്രൂപ്പിലിടണം. 9 മണിക്ക് ശേഷമാണ് അവിടുന്ന് ബാഗ് കൊടുത്തിട്ട് പിള്ളേർ ഇറങ്ങുക. ഈ മാനേജറായി കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൽ ഇരിക്കാമെന്നാണ് അവർ പറയുക. അതല്ല, മാനേജറും ഫീൽഡിൽ ഇപ്പോൾ പുതിയ വന്ന ട്രെയിനീസിൻ്റെ ഒപ്പം പോകണം. ഓരോ മണിക്കൂർ കഴിഞ്ഞേരം ട്രെയിനീസിൻ്റെ ഒപ്പമുള്ള ഫോട്ടോ എടുത്തിട്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ ഇടണം. വിത്ത് പ്ലേസുള്ള GPS ഉള്ള ഒരു ഫോട്ടോ ആണ് നമ്മൾ അത് ഡൗൺലോഡാക്കി വെച്ചത്. അത് എവിടെയാണ് പ്ലേസ്, എത്ര ടൈമിനാണ് ഫോട്ടോ എടുത്തത് എന്നുള്ള സംഗതി നമ്മൾ കറക്റ്റ് ആ ഗ്രൂപ്പിലിടണം. അങ്ങനെ കറക്റ്റ് 6 മണി വരെ നമ്മൾ കണ്ടിന്യൂസ് ഓരോ മണിക്കൂർ കഴിഞ്ഞൊരു ഫോട്ടോ ഇടണം. അത് കഴിഞ്ഞ് 7:45 ഈവനിങ് 7:45 എക്സൈറ്റ്മെൻ്റ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിലിടണം. രാത്രി 10:30 കുട്ടികൾ ഉറങ്ങുന്ന ഫോട്ടോ അടക്കം, ലൈറ്റ് ഓഫ് ചെയ്ത് ഫോട്ടോ അടക്കം വരെ എടുത്ത് ഗ്രൂപ്പിലിടണം. അങ്ങനത്തെ ഗ്രൂപ്പിലേക്ക് ഇടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ സേവ് ചെയ്ത് വെച്ചു. 2-3 വീഡിയോ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സംഗതി നടക്കാൻ തുടങ്ങിയിട്ട് 28 വർഷമായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. 28 വർഷം എൻ്റെ 2 വർഷമേ പോയിട്ടുള്ളൂ. വെറും 2 വർഷം എൻ്റെ പോയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും ഒന്നും അറിയാണ്ട് 5-6 വർഷവും പോയ ആൾക്കാർ ഇപ്പോൾ ആ കമ്പനിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ താഴത്ത് വന്ന് പുതിയ കുട്ടികളും അവിടെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അവരെ മോചിപ്പിക്കണം. ഇതാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതിനുള്ള തെളിവ് ഞാൻ ഇത് കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് മനാഫ് അവിടെ നിന്ന് റിസൈൻ ചെയ്യാൻ കാരണമായത്? റിസൈൻ ചെയ്യാൻ കാരണം ഒന്നും പറഞ്ഞാൽ എനിക്ക് സാലറി തന്നിട്ടില്ല.
ഞാൻ ഏകദേശം മാനേജറായി കഴിഞ്ഞാൽ 15,000 രൂപ സ്റ്റാർട്ടിങ് സാലറിയാണ് നമ്മളോട് പറഞ്ഞത്. എനിക്ക് അവിടുന്ന് കിട്ടിയത് 6,000 രൂപ, 5,000 രൂപ, 3,000 രൂപ വരെ മാസം വരുമാനമാണ്. വർഷം ഇത് ഈ കഴിഞ്ഞ ഏകദേശം ഡിസംബർ മാസമൊക്കെ എനിക്ക് 3,000 രൂപ മാത്രമേ അവർ തന്നിട്ടുള്ളൂ. മാനേജറായ എനിക്ക് 3,000 രൂപ മാത്രമേ. ജോലിക്ക് അവർ വിളിക്കുന്ന 25,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞല്ലേ? ജോലിക്ക് വിളിക്കുന്നത് 15,000 മുതൽ 35,000 വരെ സാലറി എന്ന് പറഞ്ഞിട്ടാണ് ജോലിക്ക് വിളിക്കുന്നത്. ഈ ജോലിയിൽ വിളിക്കുന്ന സമയത്ത് ഇവർ ഈ ഫീൽഡ് ട്രെയിനിങ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഫീൽഡ് വർക്ക് ഉണ്ടോ പ്രൊഡക്റ്റ് സെയിലിംഗ് ഉണ്ടെന്നോ ഒന്നും പറയുന്നില്ല. ഓൺലി അവർ പറയുന്നത് പ്രൊജക്റ്റ് വർക്ക്, ക്ലാസ് ഇതൊക്കെയുള്ളൂ, വേറെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ ഫീൽഡിൽ പോകണമെന്ന് മാത്രമാണ്. പിന്നെയാണ് നമുക്ക് ഇതിൻ്റെ ചതി മനസ്സിലായത്. 24 മണിക്കൂർ നമ്മൾ ഈ ബാഗിട്ട് ഫീൽഡിൽ നടക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. എന്തൊക്കെ സാധനങ്ങളാണ് ഈ വിൽപ്പനയ്ക്കായിട്ട് കുട്ടികളുടെ കൈ കൊടുത്തു വിടുന്നത്? നമ്മുടെ അടുത്ത് ഞാൻ വിറ്റ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടപ്പർ വെയർ ടുലിപ്പിൻ്റെ ഒരു പ്രോഡക്റ്റ്, ടുലിപ്പിൻ്റെ ഒരു പ്രോഡക്റ്റ്, ടപ്പർ വെയറല്ല ടുലിപ്പിൻ്റെ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ GRTൻ്റെ ചായപ്പൊടി, സ്കൈ വാഷ് എന്ന് പറഞ്ഞ ലിക്വിഡ് ഡിറ്റർജൻറ്റ്, പിന്നെ അതുപോലെ തന്നെ സേവന പ്ലാസ്റ്റ് എന്ന് എഴുതിയ കണ്ടെയ്നർ സെറ്റ്, പിന്നെ പീറ്റർ കുക്ക് എന്ന് എഴുതിയ നോൺ സ്റ്റിക്ക് തവയും നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാനുമാണ് ഞാൻ സെയിൽ ചെയ്തത്. 1.5 വർഷം ഞാനത് സെയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത്രയും പ്രശ്നങ്ങളുണ്ടായി നിങ്ങൾ എന്തുകൊണ്ട് നിർത്തിപ്പോയില്ല എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നത്. അതിനുള്ളൊരു റീസൺ ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ ഈ ട്രെയിനിങ് 6 മാസം എന്നുള്ളൊരു മനോഭാവത്തിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. കാരണം 6 മാസം കഴിഞ്ഞാൽ മാനേജർ ആയല്ലോ, കാരണം ബെറ്റർ ജോബും ഒരു ബെറ്റർ പൊസിഷനും കിട്ടിയല്ലോ. അപ്പോൾ അത് നമ്മൾ നിൽക്കും. നമുക്ക് ഏകദേശം 4 മാസം നേരം നമുക്ക് മനസ്സിലാവും ഇത് 6 മാസം കൊണ്ട് പ്രൊമോഷൻ കിട്ടില്ലെന്ന്. ഇതിൽ ഒന്നാമത്തെ ചതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ പോകുന്ന ട്രെയിനീസിന് ഇതിൽ സാലറി എന്ന് പറയുന്നത് കമ്മീഷൻ സിസ്റ്റമാണ്. ഓരോ പ്രൊഡക്റ്റിന് ഇത്ര റേറ്റ്. ഇപ്പോൾ സ്കൈ വാഷിൻ്റെ ഒരു ലിക്വിഡ് ഡിറ്റർജൻറ്റ് വിറ്റ് കഴിഞ്ഞാൽ 15 രൂപ. ഒരു കണ്ടെയ്നർ സെറ്റ് ഉണ്ട് RC എന്ന് പറയുന്ന റൈസ് കുക്കർ, അത് വിറ്റ് കഴിഞ്ഞാൽ 88. നോൺ സ്റ്റിക്കിൻ്റെ തവ രൂപയാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ വില 550 വരുന്നത്. അതിൽ വിറ്റ് കൊടുക്കുന്ന കുട്ടികൾ കിട്ടാൻ വെറും 88 രൂപ. ഇത് വിൽക്കുന്ന വെറുതെ അവിടെ ഇരിക്കുന്ന ഈ ഹുബേലിന് കിട്ടാൻ 242 രൂപ കിട്ടും. ഇത് ഞാൻ കണക്ക് ചെയ്തതുകൊണ്ടാണ് എനിക്കത് മനസ്സിലാകുന്നത്. പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ തവ വിറ്റ് കഴിഞ്ഞാൽ 115 രൂപ, ഫ്രൈ പാൻ വിറ്റ് കഴിഞ്ഞാൽ 120. ഇങ്ങനെ വിറ്റ് കിട്ടുന്ന പൈസ മാസം ഞാൻ ഏകദേശം 15,000, 16,000, 20,000 രൂപ വരെ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട് മാസം. ഒന്നാമത്തെ ചതി അവിടെയാണ് വരുന്നത്. ഇവർ നമുക്ക് മാസം ഈ 20,000 രൂപയ്ക്ക് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 20,000 രൂപ അവർ തരില്ല. നമുക്ക് 8,000 രൂപ മാത്രമേ ഇവർ റീഫണ്ട് ചെയ്ത് തരും. ബാക്കി 12,000 രൂപ, 7,000 രൂപ, 8,000 രൂപ അവരവിടെ പിടിച്ചു വെക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ പറയും പ്രൊമോഷൻ ടൈമിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ബൾക്കായിട്ട് അങ്ങനെ പൈസ തരാമെന്ന് പറയാം. 4 മാസം കഴിഞ്ഞ് ഇത് പ്രൊമോഷൻ കിട്ടൂല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യാൻ നിന്നതാണ്. അപ്പോൾ അവിടെയുള്ള എൻ്റെ മാനേജേഴ്സ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു, ഒരു 2 മാസം കൂടുതൽ നിൽക്ക്, എൻ്റെ ഇത്രയും പൈസ ഇവിടെ ഉണ്ടല്ലോ, 10-30,000 രൂപ ഉണ്ട്, അതുണ്ടല്ലോ, അങ്ങനെ നിന്നോ എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നത്. 6 മാസം എന്നുള്ളത് 8 മാസമായി. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രൊമോഷൻ എപ്പോഴാണ് പ്രൊമോഷൻ. അത് കുറച്ച് ദിവസം ഒന്ന് ക്വാളിറ്റി ആവട്ടെ, കുറച്ചും കൂടി സ്കില്ലാവട്ടെ എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് നമ്മളെ പൈസ ഇവർ അവിടെ ഹോൾഡ് ചെയ്തിട്ടാണ് ഓരോ ട്രെയിനീസിനും നിൽപ്പിക്കുന്നത്. അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് പോയ ഒരു ട്രെയിനീസിനും അവിടെ നിന്ന് സാലറി കൊടുക്കില്ല. അതാണ് ഒരു പൈസ. എത്ര കുട്ടികൾ ഞാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. സാധാരണക്കാരാണ് അല്ല, ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഫാമിലി. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീടുള്ള ഫാമിലിയാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപാട് നമ്മൾ സൗഹൃദ രീതിയിൽ നമ്മളെ ഡീറ്റെയിൽസ് മൊത്തം മനസ്സിലാക്കും. നമ്മളെ ആവശ്യം എന്താണെന്ന് നമ്മളെ സംസാരത്തിൽ അവർ മനസ്സിലാക്കും. അതിനനുസരിച്ചിട്ടാണ് അവർ പിന്നെ നമ്മളോട് ബിഹേവ് ചെയ്യുക. വീടെടുക്കാൻ പറ്റും, കാറ് വെക്കാൻ പറ്റും, ലൈഫിൽ നല്ല പ്രതീക്ഷകൾ നമുക്ക് തരും, അച്ഛനും അമ്മേനെ സേഫായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് തരും. അങ്ങനെയാണ് നമ്മളവിടെ നിന്നത്. മെയിനായിട്ട് മിഡിൽ ക്ലാസ്സിലുള്ള ഫാമിലിയിലാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഒരു ഗതിക്കും പരഗതി ഇല്ലാത്ത പിള്ളേരാണ് അവർ പിടിച്ച് നിൽപ്പിക്കുന്നത്. കുട്ടികളാണോ കൂടുതൽ? പെൺകുട്ടികൾ ഓൾമോസ്റ്റ് ഉണ്ട്. കാരണം പെൺകുട്ടികൾ ഇപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സെയിൽ കിട്ടുന്നതുകൊണ്ട് പെൺകുട്ടികൾ നല്ല രീതിയിൽ അവർ മോട്ടിവേറ്റ് ചെയ്യും. നല്ല സെൽഫായിട്ട് നമ്മൾ അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അവർ മോട്ടിവേറ്റ് ചെയ്യും. ഈ ലേഡീസിന് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കേണ്ടിയിട്ട് മാത്രം ചേർത്തലയിലുള്ള മാനേജേഴ്സൊക്കെ വരുത്തുന്നുണ്ട്. ചേർത്തലയിലുള്ള ലേഡി മാനേജേഴ്സ് വരുത്തുന്നുണ്ട്. ഇടുക്കിയിലുള്ള ലേഡി മാനേജേഴ്സ് നമ്മൾ ഓഫീസിൽ എടുത്തുണ്ട്. ഈ ലേഡീസിന് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കേണ്ടിയിട്ട്. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പണിഷ്മെൻറ്റാണ് കൊടുക്കുന്നത്? ടാർഗറ്റ് അച്ചീവ് ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള ഒരു പയ്യന് 4,000 അവൻ്റെ ജ്യൂസ്, അതാണ് അവൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞത്. ഒരു ദിവസം 4,000 രൂപയ്ക്ക് സെയിലാണ്. ഈ 4,000 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവന് ഫോൺ ഉണ്ടാവില്ല. അന്നത്തെ ദിവസം ആകെ 1 മണിക്കൂറാണ് അവന് ഫോൺ കൊടുക്കുന്നത്. അന്ന് അവന് ഫോൺ ഉണ്ടാവില്ല. പിറ്റേ ദിവസം അന്ന് സെയിൽ ചെയ്യില്ല. പിറ്റേ ദിവസം രാവിലെ സർക്കിൾ ഇവൻ ഒരാളായിട്ട് കോമ്പറ്റ് ചെയ്യിപ്പിക്കും. ആ കോമ്പറ്റ് ചെയ്ത് ഇവനേക്കാൾ കൂടുതൽ റിസൾട്ട്, ഇവനേക്കാൾ കൂടുതൽ വിറ്റ ചെങ്ങായാണെങ്കിൽ ആ വിറ്റ ചെങ്ങായി എന്താണോ പറയുന്നത് അത് ചെയ്യണം. അതാണ് അവിടുത്തെ സിസ്റ്റം. ഇപ്പോൾ ഈ ഹാഷിമും ജെറിനും പറഞ്ഞ് ഞങ്ങൾ ഹുബേൽ സാർ ഒന്നും അറിയില്ല, ജയിലിൽ പോയ സമയത്താണ് വീഡിയോ എടുത്തത്, തികച്ചും കള്ളത്തരാണ്.
ഹുബൈൽ സാർ ആ ഓഫീസിലുള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഹുബൈൽ സാർ അതിൻ്റെ നടുവിൽ നിന്നിട്ട് പിള്ളേരെ കൊണ്ട് കോമ്പറ്റീഷൻ ചെയ്യിപ്പിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ അതും എൻ്റെ കൈകളിലുണ്ട്. ആ വീഡിയോയിൽ വ്യക്തമാണ് വേറൊരു വ്യക്തി ഈ വീഡിയോ എടുക്കുന്നത്. കാരണം അവിടെയുള്ള എല്ലാ മാനേജേഴ്സും വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിലിടണം. ഗ്രൂപ്പിലിടാത്ത മാനേജേഴ്സിന് 100 രൂപ ഫൈന് വേറെയും വരുന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്ന രീതിയിൽ ഇപ്പം മനാഫ് അച്ചീവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം, എന്തും ചെയ്യണം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എൻ്റെ ഓപ്പണായിട്ട് എൻ്റെ തന്തയ്ക്ക് വരെ നിങ്ങൾക്ക് വിളിക്കാം. വസ്ത്രം ഊര, പേൻറ് ഊര, ഷഡ്ഡി മാത്രം ഇടിച്ച് നിൽപ്പിക്കാം, നായിനെ പോലെ നിൽപ്പിക്കുക. നിങ്ങൾ പറയുന്ന എന്ത് പണിഷ്മെൻ്റ് ആണെങ്കിലും ചെയ്യാം. പെൺകുട്ടികൾക്ക് വസ്ത്രങ്ങൾ അവർ ഊരിപ്പിക്കില്ല, പക്ഷേ അതേ സ്ഥാനത്ത് ജെൻസിൻ്റെ ഷഡ്ഡി അവരെ കൊണ്ട് ഓപ്പണായിട്ട് ഇടിപ്പിക്കും. അവരിട്ട ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ ഇട്ടിപ്പിച്ചിട്ട് ആ മീറ്റിംഗ് കഴിയുന്നവരെ അവരവിടെ നിൽപ്പിക്കും. പിന്നെ അതേപോലെ തന്നെ ബാത്റൂമിലൊക്കെ ചവിട്ടുന്ന ചെരുപ്പില്ലേ, അത് കൊണ്ട് ഒരു മാല ഉണ്ടാക്കിയിട്ട് അവരെ കഴുത്തിൽ ഇടിപ്പിക്കും പെൺകുട്ടികളെ. അവരെന്തുകൊണ്ടാണ് ഇത്ര സഹിച്ച് നിൽക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ശൃംഖലയാണ്. ഇപ്പോൾ ഈ സംഗതി ഇപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ അവിടെ തന്നെ മാനേജേഴ്സ് 4-5 മാനേജേഴ്സ് ഉണ്ടായി. ഇപ്പോൾ ഒരു മാനേജറിനെ കൊണ്ടാണ് ഈ ഹുബൈൽ ഈ പണിഷ്മെൻറ്റ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ട്രെയിനിക്ക് എന്തായാലും മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷനായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ എന്തായാലും വന്നിട്ടുണ്ടാകും. അത് പരിഹരിക്കാൻ മറ്റൊരു മാനേജറിനെ ഇവർ ഓൾറെഡി നിയമിച്ച് വെച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ശകാരിക്കും, മറ്റേ മാനേജർ പോയിട്ട് ആശ്വസിപ്പിക്കും. അതാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പുറത്ത് ശകാരിക്കുന്നവർ ഇപ്പുറത്ത് ആശ്വസിപ്പിച്ചിട്ട് അവരെ ഈ പ്രശ്നം ക്ലിയർ ചെയ്യിപ്പിക്കും. അവരുടെ ഭാഷയിൽ പറയുന്നത് നെഗറ്റീവ്സും പോസിറ്റീവ്സും എന്ന് പറയും. നെഗറ്റീവായ ട്രെയിനിനെ പോസിറ്റീവ് വെക്കാൻ ഒരു മാനേജർ, അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നതെന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ദിവസം മനാഫിനെതിരെയാണ് ഈ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. പോലീസിൽ അവർ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. പോലീസ് വിളിക്കുകയല്ലോ ചെയ്തത്? പോലീസ് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. കേസ് കൊടുത്തിട്ട് എന്നെ ഇതുവരെ പെരുമ്പാവൂർ സ്റ്റേഷനിൽ വിളിച്ചിട്ടില്ല. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഏകദേശം 1.5 വർഷം വർക്ക് ചെയ്തിട്ട് എനിക്ക് വെറും 61,000 രൂപ മാത്രമേ അവർ തന്നിട്ടുള്ളൂ. 1.5 ലക്ഷം ഉറുപ്പ്യ എൻ്റെ അവിടെ പെൻഡിങ് ആയിട്ട് വെറും എനിക്ക് 61,000 രൂപ തന്നിട്ടുള്ളൂ. അതും നഷ്ടപരിഹാരവും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് വധഭീഷണി ഇട്ടുണ്ടായിരുന്നു. ഈ ഹുബൈൽ എന്നെ ഭീഷണിപ്പെടുത്തിട്ടുണ്ട്. വൺസ് മെസ്സേജിലായിട്ട് എന്നെ വധഭീഷണി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പെരുമ്പാവൂരുള്ള CIക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പിന്നെ മീഡിയയിൽ ഈ ന്യൂസ് ലീക്കായ സമയത്താണ് നമ്മളെയൊക്കെ പോലീസ് വിളിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഹുബൈലിനെതിരെ പീഡന കേസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു ലേഡീനെ പീഡിപ്പിച്ചെന്നുള്ളതാണ് ഒരു പീഡന കേസ് വന്നതെന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു സത്യാവസ്ഥ പറഞ്ഞു തരട്ടെ. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എനിക്കെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചാലുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഞാൻ. കാരണം ഈ ഹുബൈൽ ഈ കഴിഞ്ഞ ഡിസംബർ 31 പീഡനം നടത്തിയിട്ടുണ്ട്. അത് ഈ ഒരു പെരുമ്പാവൂർ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നത്. അന്ന് രാത്രി 12:30 ഉറങ്ങിക്കിടക്കുന്ന ഞങ്ങളെയും അവിടെയുള്ള ട്രെയിനീസിനെയും മൊത്തം ഈ ഹുബൈലിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള എല്ലാവരെയും തൃപ്പൂണിത്തുറ ഓഫീസിലേക്ക് മാറ്റി. അവിടെയുള്ള മൊത്തം ജെൻസിനെ തൃപ്പൂണിത്തുറ ഓഫീസിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്ത്, എന്നിട്ട് അവിടുന്ന് ഈ ഹുബൈൽ സാറിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് ഈ പീഡന കേസ് എന്നുള്ള നിലയിലാണ് അവിടെയുള്ള ട്രെയിനീസിനെ അവർ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഈ ഞാനടക്കം അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഞാൻ ഒരു 2-3 ദിവസം മാനേജർ ആയതുകൊണ്ട് മാത്രം ഈ കേസിൻ്റെ പിന്നാലെ എനിക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം അവിടെയുള്ള വണ്ടി ഓടിക്കാൻ വേറെ ആളില്ലായിരുന്നു. അപ്പോൾ അത് ഞാനേനെ ഓടിച്ചത്. അന്ന് ഞാൻ അവരെ കൂടെ പോയപ്പോൾ എനിക്ക് പല സത്യാവസ്ഥകൾ മനസ്സിലായി. ഇതിൻ്റെ ഉള്ളിൽ ഹുബൈൽ സാറിന് പങ്കുണ്ട് എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്ര വലിയൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്, എൻ്റെ വീട്ടിലൊക്കെ അറിയാം. അപ്പം ഞാനത് മെല്ലെ അവിടുന്ന് ഞാൻ ഒഴിയാന്നുള്ളൊരു തീരുമാനം ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചത്. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിടില്ല. അപ്പം അന്ന് തലേ ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് ലീവ് ആണ്, എനിക്ക് വീട്ടിൽ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള അശ്വിൻ എന്ന് പറഞ്ഞ ഒരു മാനേജർ എനിക്ക് ലീവ് തന്നില്ല. എന്നോട് പറഞ്ഞു ലീവിന് പോകണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് ലീവിന് പോയേ പറ്റുമെന്ന്. അവർ കൊന്നിട്ട് എന്നെ ലീവിന് വിട്ടില്ല. അന്ന് പുലർച്ചെ 6 മണിക്ക് ഇവരെല്ലാവരും ഉറങ്ങിണീക്കുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി ഓടിയതാണ് ഈ ഓഫീസിൽ നിന്ന്. എൻ്റെ സാധനങ്ങൾ എടുത്ത് ഇവർ കാണാണ്ട് ഞാൻ ഇറങ്ങിപ്പോയതാണ്. ഇപ്പോൾ എന്നോട് മാധ്യമത്തിൽ ഈ ഹാഷിമൊക്കെ പറഞ്ഞ് എന്നെ പുറത്താക്കി വിട്ടതാണെന്ന് പറഞ്ഞത്. പുറത്താക്കി വിട്ടതിനുള്ള ഒരു തെളിവ് ഈ ഹാഷിം കൊണ്ടുവരട്ടെ. ഈ ഹാഷിമിനും ജെറിനെതിരെ മാനനഷ്ടത്തിനെതിരെ കേസ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ ഫയൽ ചെയ്യുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഞാൻ ലഹരി യൂസ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു തെളിവ് അവർ കൊണ്ടുവരണം. ഞാൻ ലഹരി ഉപയോഗിച്ച് ഈ ഓഫീസിൽ ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ കാണിച്ചു തരണം. അങ്ങനെയാണ് അവർ പറയുന്നത്. അവർക്കെതിരെയുള്ള ലീഗലി മൂവ്മെൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. കയ്യിൽ ഇപ്പോൾ ഒരുപാട് തെളിവുകളുണ്ടെന്ന് പറഞ്ഞു. ഈ തെളിവുകളെല്ലാം വെച്ചിട്ട് പോലീസ് പരാതി കൊടുക്കുന്നുണ്ടോ? ഞാൻ ഓൾറെഡി എനിക്ക് വധഭീഷണിയുള്ള തെളിവ് വരെ ഞാൻ പെരുമ്പാവൂർ സ്റ്റേഷനിൽ ഞാൻ കൊടുത്തതാണ്.
ഒന്ന് മനസ്സിലാക്കണം. വധഭീഷണിയാണ് എനിക്ക് അവൻ മുഴക്കിയത്, അല്ലാണ്ട് വെറുതെ നിനക്ക് ഇതാക്കി തരാമെന്നുള്ളൊരു ഭീഷണിയല്ല. വധഭീഷണി എന്നെ കൊല്ലൂ എന്നാണ് പറഞ്ഞത്. അത്രയും സീരിയസ്നെസ് ആയിട്ടുള്ള ഒരു വിഷ്വൽസ് ഞാൻ കാണിച്ചിട്ട് അന്ന് ഒരു രീതിയിൽ പോലും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. പോലീസുകാർ അന്ന് വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത്. അതിൻ്റെ വിഷ്വൽസൊക്കെ വേറെ ഉണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നേരിട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ കോടതിയിലൊക്കെ നമ്മൾ മിനിസ്റ്ററുടെ തന്നെ നേരിട്ട് പോവാണ്. കമ്പനി നേരത്തെ ഈ സേവന എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, ആ കമ്പനി തന്നെയാണോ? സേവനയാണ്. സേവന, ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ്, ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി, ഇതൊക്കെ ഒരൊറ്റ കമ്പനിയാണ്. ഫിസിക്കൽ ലബോറട്ടറി അവരുടെ പ്രോഡക്റ്റ് എന്താണ്? അതൊക്കെ ഇതിൻ്റെ ഓഫീസിൻ്റെ പേരുകളാണ്. ആ പേരുകളാണ് HPL എന്നുള്ളത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ആ പേര് മാറ്റി അടുത്ത പേര് മാറ്റിയിട്ട് ഈ പേരിലേക്ക്. ഈ സേവന എന്നുള്ളൊരു പ്രശ്നം വന്ന സമയത്താണ് ഇവർ HPL എന്നുള്ള പേരിലേക്ക് മാറ്റിയത്. HPLും സേവനയും രണ്ടാന്നാണ് പറയുന്നത്. സേവന കറി പൗഡർ ഞാൻ വിറ്റിട്ടുണ്ട്, സേവനയുടെ മല്ലിപ്പൊടി, പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി ഞാൻ വിറ്റിട്ടുണ്ട്, ചിക്കൻ മസാല ഞാൻ വിറ്റിട്ടുണ്ട്. 25,000 ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 15,000 മാത്രം കിട്ടുന്നവരാണോ കൂടുതലും, അതോ അതിൽ കുറവാണോ? 15,000 രൂപ പേര് തരുന്നില്ല. 15,000 രൂപ പേര് അവർ കൊടുക്കുന്നില്ല. ഒരു മാനേജേഴ്സിന് അത്രയും കഷ്ടപ്പെട്ട് ട്രെയിനി ആയിട്ട് അവിടെ വർക്ക് ചെയ്ത മാനേജറിന് 15,000 രൂപ ഫിക്സ്ഡ് സാലറി അവർ തരുന്നില്ല. ഫിക്സ്ഡ് സാലറി ഭക്ഷണം കഴിക്കാനുള്ള കാശൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ക്യാഷ് നമ്മൾ തന്നെ എടുക്കണം. ഇപ്പോൾ ഫീൽഡിൽ പോകുന്ന ഞാനാണെങ്കിൽ അന്ന് ഉച്ചക്കത്തെ ഫുഡ് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കണം പൈസ. അതൊന്നും ഫ്രീ ഇല്ല. ആകെ രാത്രി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ചോറ് ഉണ്ടാവും. ആ ചോറിൻ്റെ കറി നമ്മൾ തന്നെ ഉണ്ടാക്കണം. കറി ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ. ആകെ 150 രൂപയുടെ പച്ചക്കറി വാങ്ങും. 30 ആൾക്ക് 150 രൂപയുടെ പച്ചക്കറി ആയിട്ട് അവിടെ കറി ഉണ്ടാക്കുന്നത്. 10 രൂപയുടെ അച്ചാർ മേടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും. പിന്നെ രാവിലത്തെ മോർണിംഗ് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പൊറാട്ടയും പിന്നെ ഗ്രേവി ഉണ്ടാക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചാണോ ഹോസ്റ്റൽ? അല്ല, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചല്ല, രണ്ടായിട്ടാണ് നിൽക്കുന്നത്. ലേഡീസും ജെൻസുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല. നിസ്സഹായരായിട്ടാണ് അവിടെ ജോലി. എല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കുകയാണ്. നാളെ ലൈഫിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റും. ഈ GPLിലെ ജോയ് സാറിൻ്റെ തൊട്ട് 15 കോടിയുടെ വീടുണ്ടാക്കാൻ പറ്റും, 22 കോടി രൂപയുടെ വീടുണ്ടാക്കാൻ പറ്റും, 1.5 കോടിയുടെ കാറ് വാങ്ങാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കത്, അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് പ്രതീക്ഷ നിങ്ങൾക്ക് തന്നെ നിങ്ങളും അവിടെ നിൽക്കും. കാരണം ഹുബൈൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.5 കോടിൻ്റെ ബിൽഡിംഗ് ആവാൻ വെച്ച്, 1.5 കോടിൻ്റെ വീട് വെച്ച്, 26 വയസ്സുള്ളവന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എവിടുന്ന ഇത്രക്കാരും പൈസ? ടാക്സ് പാവപ്പെട്ട കുട്ടികളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നതാ. അവൻ 1.5 കോടിൻ്റെ വീട് വെച്ച്, 1.5 കോടിൻ്റെ ബിൽഡിംഗ് വെച്ച്, ഫോർച്യൂണർ, സ്വിഫ്റ്റ്, പിന്നെ മാനന്തവാടിയിൽ അവന് സ്ഥലങ്ങൾ, അവന് ഇഷ്ടം പോലെ സ്വത്തുകളുണ്ട്. അതാണ് അവൻ്റെ ഏറ്റവും വലിയ ധൈര്യം. അവൻ്റെ കയ്യിൽ ഏകദേശം 7 കോടിൻ്റെ ആസ്തിയുണ്ട്. 26-ാമത്തെ വയസ്സിൽ ഇവൻ ഇത്രത്തോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതവൻ്റെ ധൈര്യം. ഞാൻ ഇന്നും സീറോ. എനിക്ക് നമ്മൾ പക്ഷെ പ്രതികരിക്കുന്നുണ്ട്. കാരണം നമ്മളെ ചൂഷണം ചെയ്ത് നമ്മളെ പീഞ്ഞുണ്ടാക്കിയ പൈസയാണ് അവന് ഈ ആഘോഷിച്ച് പൊട്ടിച്ച് കളിക്കുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ പേരിൽ ഈ കുട്ടികളെ കൊണ്ടുവന്ന് വലിയ ചൂഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇതെന്നാണ് ഇപ്പോൾ മനാഫ് ആരോപിക്കുന്നത്. മനാഫ് ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലൊന്നുമല്ല ഇത് വ്യാജ വീഡിയോ ആയിട്ട് പുറത്തുവിട്ടത്. ഇത് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. മനാഫ് തന്നെ ഇത്തരം ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്. ആ ടാർഗറ്റ് തികഞ്ഞില്ലെങ്കിൽ ഇതുപോലെ തന്നെ പല പീഡനങ്ങൾക്കും ഇരയാകേണ്ടി വരും. പലരുടെ മുമ്പിൽ നാണം കെട്ട് പല വേഷങ്ങളും കെട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. എന്തായാലും തൊഴിൽ വകുപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവിടെ എങ്ങനെ ഒരു തൊഴിൽ പീഡനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതല്ല, കൃത്യമായി മനാഫുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങൾ കിട്ടും. അതിൻ്റെ തെളിവുകളൊക്കെ മനാഫിൻ്റെ കയ്യിലുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. കുട്ടികളെ ചൂഷണം ചെയ്ത് അവർ കോടികൾ കൊയ്യുകയാണ്. കൊച്ചിയിൽ നിന്നും അഭിനന്ദിനൊപ്പം R. പിയൂഷ്, മറുനാട് TV.